ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ നാടൻ രീതിയിലുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ എടുത്തത് ഇതാ ചക്കേര കൂഞ്ഞൽ എന്ന് പറയും, പിന്നെ ചക്കേര മൂക്ക് എന്നൊക്കെ പറയും ചിലവരെ. അപ്പോൾ ഇതാ ചക്ക മുറിക്കുന്ന സമയത്ത് അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പണ്ടൊക്കെ ഇത് ഇഷ്ടംപോലെ ഉപ്പേരിയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മുടെ അമ്മയും അച്ഛമ്മയും ഒക്കെ ഒരുപാട് വെച്ച സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ലൊരു രുചിയുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ ഇതാ അതിൻ്റെ കൂഞ്ഞലൊക്കെ പിന്നെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും മതി, എന്നാൽ തന്നെ നല്ലൊരു അളവിൽ കിട്ടും നമ്മൾക്ക് ഉപ്പേരി വെച്ചാൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 5-6 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചക്ക കുഞ്ഞിലല്ല, ഞാൻ നീളത്തിലാണ് മുറിച്ചെടുത്തത്. നമുക്ക് ഇതുപോലെ വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു നീളത്തിൽ മുറിച്ചെടുത്താലാണ് അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് തോന്നുന്നു. അപ്പോൾ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെന്നുണ്ടെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വെക്കാൻ ആവശ്യമായ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഉപ്പേരി വെക്കാനായിട്ട് ഞാൻ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ച ചക്കക്കൂഞ്ഞൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കക്കൂഞ്ഞൽ മുറിച്ചെല്ലാം ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂണിൻ്റെ ഒരു പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു പിന്നെ എന്താ പറയുക, മായൊന്നും ഇല്ലാത്ത ഒരു സാധനമല്ലേ ഇത്. അപ്പോൾ ഇതൊരു കളറിന് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. താല്പര്യമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ഉപ്പ്. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് കൂടുതലാകരുത്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യമായ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടാകുമ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട്. അപ്പോൾ ഇതാ ചക്കക്കുഞ്ഞലെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്തൊന്ന് ഉപ്പൊന്ന് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ട്. ഇനി നമ്മൾക്കിത് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുഞ്ഞിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിന് വറവിടേണ്ട സാധനങ്ങളൊന്ന് നോക്കാമേ. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഒരു 10-25 അല്ലി വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തതാണ് 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഈ ഉപ്പേരിയിലേക്ക് ഒന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വറവിട്ട് കൊടുക്കാനായി അപ്പോൾ ഏറ്റവും ആദ്യം ഇതുപോലുള്ളൊരു പാത്രം ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് ചെറുതായി മുറിച്ചെടുത്ത വെളുത്തുള്ളി അല്ലികളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായി മുറിച്ചെടുക്കുകയും ചെയ്യാം, ചതച്ചെടുക്കുകയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില 2 തണ്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചക്കക്കുഞ്ഞൽ ഉപ്പേരിക്ക് വറവെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും വറവിട്ട് കൊടുത്ത ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വെളുത്തുള്ളിയും വറ്റൽമുളകുമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചക്കക്കൂഞ്ഞൽ ഉപ്പേരി വെച്ചിട്ട് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് ഒന്ന് പറയണേ, കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റാണ് ഈ ചക്കക്കൂഞ്ഞൽ ഉപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചക്കക്കുരു ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് മാത്രം ഉപ്പേരി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പയർ അതുപോലെ തന്നെ ചെമ്മീൻ അതൊക്കെ കോമ്പിനേഷനായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തനതായ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം വെക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ചക്ക കിട്ടിയാൽ ഇതുപോലെ അതിൻ്റെ കൂഞ്ഞലൊക്കെ എടുത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കഞ്ഞീയുടെ കൂടെ ആയാലും നമുക്ക് ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് മറക്കാതെ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.